സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞായറാഴ്ച ഒരു മടി പിടിച്ച ദിവസമാണ്. എത്രയും കിടന്നുറങ്ങാൻ പറ്റുമോ അത്രയും കിടന്നുറങ്ങുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇന്ന് രാവിലെ എണീച്ച പാടെ എൻ്റെ മുടി കണ്ടതോടെ എൻ്റെ ഉള്ള മൂഡ് മൊത്തം പോയി. ആകെ ചകിരി പോലെ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് എണ്ണ തേച്ച് കുളിക്കാമെന്നങ്ങ് വിചാരിച്ചു. ഒരു കിൻഡൽ എണ്ണ എടുത്ത് തലയിൽ കമഴ്ത്തിയിട്ട് നല്ലോണം മസാജൊക്കെ ചെയ്ത് ജടയൊക്കെ കളഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കെട്ട് കണക്കിന് മുടി പോകുന്നത്. അത് കണ്ടതിൻ്റെ സങ്കടം വേറെ. നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ തന്നെ മുടിയെല്ലാം എടുത്ത് കെട്ടിവെച്ച് അടുത്ത പണി എന്താണെന്ന് നോക്കുമ്പോഴാണ് കുറേ തുണി അവിടെ ഇരിക്കുന്ന കാണുന്നത്. അങ്ങനെ പിന്നെ അത് മടക്കാമെന്ന് വിചാരിച്ച് അങ്ങ് പോയി. തുണിയെല്ലാം നോക്കുമ്പോൾ ഒരു കുന്ന് കണക്കിനുണ്ട്. മടക്കിയതുകൊണ്ട് മടക്കാത്തതുണ്ട്. എന്നാൽ പിന്നെ എല്ലാം വാരിയിട്ടിട്ട് ആദ്യം പോലെ മടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥലമില്ലാത്തൊരു കബോർഡിൽ ഇതെല്ലാം കൂടി അങ്ങ് കൊണ്ടുപോയി തിരികെ വെച്ച്. സത്യം പറഞ്ഞാൽ കബോർഡ് നിറഞ്ഞിരിക്കുന്ന കാണാൻ ഒരു വേറെ സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ഉണ്ട് എൻ്റെ ടേബിൾ. എല്ലാ സാധനങ്ങളും വലിച്ചു കയറിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്ത് ഒരു പൗച്ചിനകത്ത് വാരി കെട്ടിയിട്ട് പിന്നെ ടേബിളെല്ലാം തുടച്ച് മിനുക്കിയെടുത്ത്. എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ ഈ റൂമിൽ അടയിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ. പണിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഒന്ന് പോയി കുളിക്കാം. അങ്ങനെ ഒരു നീണ്ട 1 മണിക്കൂറത്തെ നീരാട്ടിന് ശേഷം കുറച്ച് സ്കിൻ കെയർ ആവാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് എൻ്റെ മുഖത്ത് കുണ്ടും കുഴി ആയതുകൊണ്ട് ഡോക്ടർ തന്നതല്ലാണ്ട് വേറൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഉച്ചഭക്ഷണത്തിനെ പറ്റി ചിന്തയായി. ചിക്കൻ ബിരിയാണിയാണല്ലോ സൺഡേ. ബിരിയാണി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫ്ലാറ്റ്. വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ഉറക്കം നിർബന്ധം. ഉറങ്ങണതിന് മുന്നേ റീൽസും കണ്ട് കുറച്ച് ക്യൂട്ട്നെസ്സും വാരിയിട്ടിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങി. പിന്നെ എണീക്കുന്ന 7 മണിക്ക്. എണീച്ച പാടെ ചായ കുടിക്കാനൊരു പൂതി. പി ജിയിലെ ചായ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ തെണ്ടാനിറങ്ങി. അങ്ങനെ ഈ സോൾദേവനുള്ളിൽ മൊത്തം കറങ്ങി തിരിഞ്ഞൊരു കടയിലെത്തിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് കേക്കും ചായയും. അത് കഴിച്ച് അവളുടെ റൂമിലെത്തിയപ്പോഴത്തേക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുന്നു പത്തൂല്. അതും കഴിച്ച് കുറച്ച് നാട്ടുവിശേഷവും പറഞ്ഞ് ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.